ഹലോ മക്കളെ, നമ്മൾ മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ഈ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ ജ്യാമിതിയും ബീജഗണിതവും അല്ലെങ്കിൽ ജിയോമെട്രി ആൻഡ് അൽജിബ്ര പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ കൂടിയുണ്ട്. ആ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചുള്ളത്. നമ്മൾ വേറൊരു ചാപ്റ്റർ പഠിച്ചിട്ടില്ലേ, സൂചക സംഖ്യകൾ അല്ലെങ്കിൽ കോർഡിനേറ്റ്സ് പറഞ്ഞൊരു ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടില്ലേ. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ ആണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. സെറ്റാണോ? അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ വൃത്തിയായിട്ട് പഠിക്കുകയാണെങ്കിൽ ആ ഒരു ചാപ്റ്റർ പഠിച്ച പോലെ തന്നെയാണ്. പക്ഷെ വൃത്തിയായിട്ട് മുക്കും മൂലയും ഈ ചാപ്റ്റർ നമ്മൾ എന്താ പഠിച്ചിരിക്കണം. സെറ്റാണോ? അപ്പൊ നമുക്ക് എന്താ ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻക്ക് പോവാം. അതിന്റെ മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് പറയാണ്ട്. ആ കാര്യങ്ങളൊക്കെ എന്താ പറഞ്ഞിട്ട് നമുക്ക് എന്താ ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻക്ക് നമുക്ക് പോവാം. സെറ്റാണോ? ഓക്കെ, ഞാനിതാ ഒരു പോയിന്റ് ഞാൻ അടയാളപ്പെടുത്തി. ഈ ഒരു പോയിന്റിന് ഞാൻ x1 y1 എന്ന് വിളിച്ചു. പ്രശ്നമൊന്നുമില്ലല്ലോ. x1 y1 എന്ന് പറഞ്ഞു. സൂചക സംഖ്യകൾ, ഈ ഒരു പോയിന്റിന്റെ സൂചക സംഖ്യകൾ അല്ലെങ്കിൽ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് x1 y1 ആണ്. ഓക്കെ, അടുത്തൊരു പോയിന്റ് ഞാൻ അടയാളപ്പെടുത്തി. x2 y2 എന്ന് പറഞ്ഞിട്ടുള്ള അടുത്തൊരു പോയിന്റും ഞാൻ അടയാളപ്പെടുത്തി, സൂചക സംഖ്യയും. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, എന്തുകൊണ്ടാണ് ഞാൻ എക്സും വൈയും എടുത്തത്? ഇപ്പൊ ഏത് സംഖ്യകളും വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് കോമൺ ആയിട്ട് നമ്മൾ എന്താ എക്സിനെയും വൈനെയും നമ്മൾ എന്താ കൊണ്ടുവരും. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, നമുക്കറിയാം എക്സ് എന്താ വൈ എന്താ വേരിയബിൾസ് ആണ്, ഏത് സംഖ്യയും ആവാം. അപ്പൊ കോമൺ ആയിട്ട് എക്സും വൈ എടുത്തു. അപ്പോൾ ഈ രണ്ട് പോയിന്റുകളും ഞാൻ യോജിപ്പിച്ചുകൊണ്ട് ഒരു ലൈന് വരച്ചു. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അപ്പൊ നമ്മളുടെ ഫസ്റ്റ് ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഈ ഒരു ലൈനിന്റെ അകലം അല്ലെങ്കിൽ ഈ ഒരു പോയിന്റുകൾ തമ്മിലുള്ള അകലം എന്താണ്, അല്ലെങ്കിൽ ഈ ലൈനിന്റെ നീളം എന്താണ്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്താണ് ചോദിക്കുകയാണെങ്കിൽ നമ്മളൊരു ഇക്വേഷൻ അവിടെ ഉപയോഗിക്കും. ആ ഇക്വേഷൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് സെറ്റൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ലല്ലോ. റൂട്ട് ഓഫ് ഈ എക്സിന്റെ കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ എക്സിന്റെ സൂചക സംഖ്യകൾ പരസ്പരം കുറച്ചിട്ട് എന്താ സ്ക്വയർ ചെയ്യുക. അതായത് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ. ഇനി നിങ്ങൾ x1 മൈനസ് x2 എന്ന് എഴുതിയാലും പ്രശ്നങ്ങളൊന്നുമില്ല. മൈനസ് വരുമ്പോൾ സ്ക്വയർ വന്നോണ്ട് തന്നെ ആ മൈനസ് അങ്ങോട്ട് ക്യാൻസൽ ആയി പോകും. അപ്പോൾ എക്സിന്റെ എക്സിന്റെ കോർഡിനേറ്റ്സ് എന്താ പരസ്പരം കുറയ്ക്കുക, സ്ക്വയർ ചെയ്യുക, എന്നിട്ടൊരു പ്ലസ് ഇടുക. എക്സ് എടുക്കുമ്പോൾ ആരും കൂടി എടുക്കണം, വൈനും കൂടി എടുക്കണ്ടേ. ദാ വൈന്റെ കോർഡിനേറ്റ്സും അപ്പോൾ y2 മൈനസ് y1 ഹോൾ സ്ക്വയർ എന്നും എഴുതുക. y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. ഇനി y1 മൈനസ് y2 എടുത്താലും പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ലൈനിന്റെ നീളം എത്ര അല്ലെങ്കിൽ ഈ ഒരു പോയിന്റുകൾ തമ്മിലുള്ള അകലം എത്ര എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എഴുതേണ്ട ഇക്വേഷൻ ആണ് ഇതാ. ഇക്വേഷൻ അറിഞ്ഞിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. x2 എന്താണ്, x1 എന്താണ്, y2 എന്താ, y1 എന്താന്നൊക്കെ നമുക്കറിയാം. അപ്പൊ റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ ആയിരിക്കും ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. സെറ്റാണോ? നമ്മളോട് അടുത്തൊരു ചോദ്യം ചോദിക്കുകയാണ്. ഓക്കെ, ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഈ ഒരു ലൈനിന്റെ സ്ലോപ്പ് അല്ലെങ്കിൽ ചെരിവ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, സ്ലോപ്പ് അല്ലെങ്കിൽ ചെരിവ് എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, സ്ലോപ്പ് അല്ലെങ്കിൽ ചെരിവ് എങ്ങനെയാണ് കാണാന്ന് ചോദിച്ചാൽ, ഓക്കെ, y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 ആയിരിക്കും. ഇനി അതല്ലെങ്കിൽ നമുക്ക് മറ്റൊരു കാര്യം കൂടി എഴുതാം. y1 മൈനസ് y2 ഡിവൈഡഡ് ബൈ x1 മൈനസ് x2. ഓക്കെ, പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. നമ്മൾ എഴുതുമ്പോൾ എന്താ വെച്ചാല് മുകളിൽ y എഴുതണം, താഴെ എന്താ x എഴുതണം. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഇത് ഞാൻ തിരിച്ചെഴുതിയപ്പോൾ എന്താ y1 മുകളിൽ വന്നു, x1 താഴെ വന്നു. ഇവിടെ എന്താ y2 മുകളിൽ വന്നു, താഴെ x2 വന്നു. അതേപോലെ ഓർഡർ തന്നെ എഴുതണം. മാറിപ്പോയ പ്രശ്നമാണ്. ഇവിടെ എന്താ സ്ക്വയർ ഒന്നും വന്നിട്ടില്ല. സെറ്റാണോ? നമുക്ക് അടുത്തൊരു ചോദ്യം ചോദിക്കുകയാണ്, ഈ ഒരു ലൈനിന്റെ ഇക്വേഷൻ എന്താണെന്ന് ചോദിക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇക്വേഷൻ. അപ്പോൾ ആ ഒരു ലൈനിന്റെ ഇക്വേഷൻ കാണാനുള്ള സമവാക്യമാണ് എന്താണ്, y മൈനസ് y1 ഡിവൈഡഡ് ബൈ y2 മൈനസ് y1 ഈക്വൽ ടു x മൈനസ് x1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. ഈ ഇക്വേഷൻ നമ്മൾ എന്താ മറ്റേ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഈ ഇക്വേഷൻ എന്താ
നമ്മൾ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെറ്റ് ആണോ? അപ്പോൾ ഈ ഒരു ലൈനിന്റെ ഇക്വേഷൻ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ എന്താ ഉപയോഗിക്കും. ഇതാണ് ആ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ വൈനെ എന്താ നമുക്ക് ഒന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റൂല. ആ വൈനെ അതേപോലെ എഴുതണം. ഓക്കെ, പ്രശ്നങ്ങളൊന്നുമില്ല. അതേപോലെ എക്സിനെയും അതേപോലെ എഴുതണം. റെഡിയാണോ? y1 എന്താ, y2 എന്താന്നൊക്കെ നമുക്കറിയാം. അതൊക്കെ എന്താ ചോദ്യത്തിൽ തന്നിട്ടുണ്ടായിരിക്കും. നമുക്ക് അടുത്തൊരു കാര്യം കൂടി ചോദിക്കുമെന്ന് വിചാരിക്കുക. ഓക്കെ, ദാ ഇവിടെ ലൈൻ ഉണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അപ്പൊ ഈ ഒരു ലൈനിന് ഒരു മിഡ് പോയിന്റ് അല്ലെങ്കിൽ മധ്യബിന്ദു ഉണ്ടായിരിക്കും. ഓക്കെ, മിഡ് പോയിന്റ് അല്ലെങ്കിൽ മധ്യബിന്ദു ഉണ്ടായിരിക്കും. ആ മധ്യബിന്ദുവിന്റെ സൂചക സംഖ്യകൾ അല്ലെങ്കിൽ കോർഡിനേറ്റ്സ് എന്താണെന്ന് ചോദിച്ചു എന്ന് വിചാരിക്കുക. എന്താ മിഡ് പോയിന്റ് അല്ലെങ്കിൽ മധ്യബിന്ദു എന്താണ് ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ എക്സിന്റെ കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ സൂചക സംഖ്യകൾ പരസ്പരം കൂട്ടുക. സൂചക സംഖ്യകളാണ്. അപ്പൊ x1ഉം x2ഉം പരസ്പരം കൂട്ടുക, അതിന്റെ പകുതി എടുക്കുക. എക്സിന്റെ സൂചക സംഖ്യകൾ പരസ്പരം കൂട്ടുക, അതിന്റെ പകുതി എടുക്കുക. അപ്പൊ ഇയാളെ കിട്ടും നമുക്ക്. എക്സിന്റെ കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടും. അപ്പോ y ആവുമ്പോ എന്താ, yന്റെ കോർഡിനേറ്റ്സ് പരസ്പരം കൂട്ടുക, അയാളുടെ പകുതി എടുക്കുക. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. സെറ്റ് ആണോ? റെഡി ആണോ മക്കളെ? നമ്മളോട് അടുത്തൊരു കാര്യം കൂടി ചോദിച്ചെന്ന് വിചാരിക്കുക. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഈ ഒരു ലൈനിന്റെ ഒരു പോയിന്റ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഒരു പോയിന്റ് x1 y1 പറഞ്ഞിട്ട് ഒരു പോയിന്റ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ചിലപ്പോൾ 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം, എന്തും ആവാം. ആ ഒരു പോയിന്റും അതേപോലെ ഈ ഒരു ലൈനിന്റെ സ്ലോപ്പും അല്ലെങ്കിൽ ചെരിവും ഉണ്ടെന്ന് വിചാരിക്കാം. ആ ചെരിവ് എന്ന് പറയുന്നത് എം ആണെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ ഹയർ ക്ലാസ്സുകളിലൊക്കെ എത്തുമ്പോൾ സ്ലോപ്പിനെ നമ്മൾ എം എന്നൊക്കെ പറഞ്ഞ് ഡിനോട്ട് ചെയ്യും. ഓക്കെ, ഇതിന്റെ സ്ലോപ്പ് എം എന്ന് തന്നിട്ടുണ്ട് വിചാരിക്കും. എം എന്ന് പറയുന്നത് 1 ആവാം, 2 ആവാം, എത്രയാവാം. അപ്പൊ ഞാൻ കോമൺ ആയിട്ട് എം എന്ന് എടുത്തു. അപ്പോ എങ്ങനെയാണെങ്കിൽ ഒരു ലൈനിലെ ഒരു പോയിന്റും ആ ലൈനിന്റെ സ്ലോപ്പ് അല്ലെങ്കിൽ ചെരിവും തന്നിട്ടുണ്ടെങ്കിൽ ഈ ലൈനിന്റെ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞു. ഈ ഇക്വേഷൻ എന്താ, 2 പോയിന്റുകൾ തന്നിട്ടുണ്ടെങ്കിൽ ലൈനിലെ 2 പോയിന്റുകൾ തന്നാലാണ് ഈ ഇക്വേഷൻ ഉപയോഗിക്കുക. അപ്പൊ ഒരു സ്ലോപ്പും ഒരു പോയിന്റും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാ ഈ ഇക്വേഷൻ തന്നെയാണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ y2ഉം x2ഉം y2 എന്താ ഉണ്ടായിരിക്കൂല. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ കാണേണ്ടത്, ഈ ഒരു ലൈനിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ കാണേണ്ടതെന്ന് വിചാരിക്കുക. ആരൊക്കെ തന്നാൽ, എമ്മും അതേപോലെ ഒരു പോയിന്റും തന്നാൽ, ഓക്കെ, നമ്മൾ അവിടെ എഴുതേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് y മൈനസ് y1 ഈക്വൽ ടു എം ഇൻറ്റു, എം എന്ന് പറയുന്നത് എന്താ, സ്ലോപ്പ് അല്ലെങ്കിൽ ചെരിവാണ്, എം ഇൻറ്റു എക്സ് മൈനസ് x1 ആയിരിക്കും. y എന്താ അതേപോലെ എഴുതുക, എക്സ് എന്താ അതേപോലെ എഴുതുക. x1ഉം y1ഉം എന്താ നമുക്കെന്താ തന്നിട്ടുണ്ടായിരിക്കും. റെഡി ആണോ? സെറ്റ് ആണോ മക്കളെ? അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ എന്താ അപ്പൊ ഉപയോഗിക്കണം. നമ്മൾ കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി ആലോചിക്കുക. ഇതാ ഈ ഒരു ലൈൻ. ഓക്കെ, ഈ ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എം ആണ്. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അപ്പൊ ഈ ഒരു ലൈനിന് പാരലൽ ആയിട്ട് സമാന്തരമായിട്ട് ഒരു ലൈൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ഒരു ലൈനിന് സമാന്തരമായിട്ട് അല്ലെങ്കിൽ പാരലൽ ആയിട്ട് മറ്റൊരു ലൈൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഇങ്ങനെയാവാട്ടോ, പ്രശ്നങ്ങളൊന്നുമില്ല, അങ്ങനെയാവാം. അങ്ങനെയാണെങ്കിൽ ഈ ലൈനിന്റെ സ്ലോപ്പ് എം ആണെങ്കിൽ ഈ ലൈനിന്റെ സ്ലോപ്പും എന്താ എം തന്നെ ആയിരിക്കും. സെറ്റാണോ? കൂട്ടത്തിൽ നിങ്ങൾ മറ്റൊരു കാര്യം കൂടി ഓർത്ത് വെക്കുക. ഈ ലൈനിന്റെ സ്ലോപ്പ് എത്രയാ? എം അല്ലേ? ആ ലൈനിന്റെ സ്ലോപ്പ് എം ആണ്. ഓക്കെ, എം ആണ്. അപ്പോ കൂട്ടത്തില് ഇതാ ഈ ഒരു ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇതാ ലംബമായിട്ട് മറ്റൊരു ലൈൻ ഉണ്ടെന്ന് വിചാരിക്കുക. പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ലംബമായിട്ട് ഒരു ലൈൻ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ലൈനിന്റെ സ്ലോപ്പ് എന്താണെന്ന് ചോദിച്ചു. ആ ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ലൈൻ ഉണ്ട്, ആ ലൈനിന്റെ സ്ലോപ്പ് എം ആണ്. എം എന്ന് പറഞ്ഞാൽ 1 ആവാം, 2 ആവാം, 3 ആവാം, ഇനിയിപ്പോ എന്താ ഫ്രാക്ഷൻസും ആവാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു പെർപെൻഡിക്കുലർ ആയിട്ട് മറ്റൊരു ലൈൻ വന്നാൽ ആ ലൈനിന്റെ സ്ലോപ്പ് എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എം ആണല്ലോ. അതിന്റെ റെസിപ്രോക്കൽ അല്ലെങ്കിൽ വ്യുൽക്രമം അതിന്റെ വ്യുൽക്രമം എന്ന് പറയുന്നത് 1/m ആണ്. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ.
പക്ഷെ അത് കൂടെ ഒരു നെഗറ്റീവും കൂടിയും വരും. സെറ്റാണോ? എന്താണ് പറഞ്ഞത്? ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് മറ്റൊരു ലൈൻ ഉണ്ടെങ്കിൽ ആ ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഈ ലൈനിന്റെ സ്ലോപ്പിന്റെ റെസിപ്രോക്കലിന്റെ മൈനസ് ആയിരിക്കും. സെറ്റാണോ? മറ്റൊരു കാര്യം കൂടെ തന്നെ, അത് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ്. രണ്ട് ലൈനുകൾ ഉണ്ട്. ഒരു ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് M1 ആണ്, മറ്റൊരു ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് M2 ആണെന്ന് വിചാരിക്കുക. സെറ്റാണോ? അപ്പൊ ഈ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ രണ്ട് ലൈനുകളുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് M1 ഇൻറ്റു M2 എന്ന് പറയുന്നത് -1 ആയിരിക്കും എപ്പോഴും. ആ കാര്യം എന്താ? നിങ്ങൾ ഓർത്ത് വെക്കണം. ഈ കാര്യത്തിൽ നമുക്ക് ഈ കാര്യവും നമ്മൾ കിട്ടും. ശരിയാണോ എന്ന് നോക്കിക്കൂടെ നമുക്ക്? നമ്മൾ പറഞ്ഞു ആദ്യം ഈ ലൈനിന്റെ സ്ലോപ്പ് M ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ലൈനിന്റെ സ്ലോപ്പ് -M1 ആണെന്ന് പറഞ്ഞു. ഈ രണ്ട് സ്ലോപ്പുകളും നമ്മൾ എന്താ ഇൻറ്റു ചെയ്യുമ്പോൾ -1 വരണം എന്നല്ലേ ഇത് പറഞ്ഞതിനർത്ഥം? ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. ഈ സ്ലോപ്പ് ഇൻറ്റു ഈ സ്ലോപ്പ് -1/m. എമ്മും നമ്മൾ ക്യാൻസൽ ചെയ്തു, അവസാനം -1 എന്ന് വന്നില്ലേ? -1 എന്ന് വന്നില്ലേ? അങ്ങനെ ആലോചിക്കാം. ഇനി എന്താ? ഇനി ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ഈ ചാപ്റ്ററിൽ ഉണ്ട്. അതെന്താന്ന് കൂടി നോക്കാം. ഇതൊക്കെ നമ്മൾ കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു പോകും. നമുക്ക് ഇനി ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. മക്കളെ, നമുക്ക് എന്താ ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഈ ഒരു ചാപ്റ്ററിലെ. ആ ഒരു ക്വസ്റ്റ്യൻ എന്താന്ന് നമുക്ക് നോക്കാം. സി ബിന്ദുവിന്റെ സൂചക സംഖ്യകൾ ഏതെല്ലാം? ഇതാണ് നമ്മളുടെ ചിത്രം. ആ ചിത്രം എന്ന് പറയുന്നത് ഒരു പാരലലോഗ്രാം ആണ്, അല്ലെങ്കിൽ സാമാന്തരികമാണ്. ആ സാമാന്തരികത്തിന്റെ സി ആയിട്ടുള്ള കോർഡിനേറ്റ്സ് എന്താണെന്ന് കാണണം. അതല്ലേ ഫസ്റ്റ് ചോദ്യം. സി കോർഡിനേറ്റ്. അപ്പൊ അങ്ങോട്ട് നോക്കുക, അല്ലെങ്കിൽ അങ്ങോട്ട് ചെയ്യാം. അങ്ങോട്ട് ചെയ്തൂടെ നമുക്ക്? അങ്ങോട്ട് നമ്മൾ ചെയ്യാൻ പോവാണ്. അങ്ങോട്ടേക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ, പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. എടാ മക്കളെ, ഈ എക്സിന്റെ കോർഡിനേറ്റ്സ് ആയുള്ള ഈ 2ൽ നിന്നും എക്സിന്റെ കോർഡിനേറ്റ് ആയിട്ടുള്ള എക്സിലോട്ട് എത്തിയപ്പോൾ എത്ര കൂടി? 2ൽ നിന്നും 8ലോട്ട് എത്തിയപ്പോൾ +6 കൂടിയില്ലേ? 2 കൂടെ 6 കൂട്ടിയപ്പോഴല്ലേ 8 കിട്ടിയത്. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അതേപോലെ തന്നെ ഇവിടുത്തെ എക്സ് കോർഡിനേറ്റിന്റെ കൂടെയും ഈ +6 കൂട്ടുക. 4 + 6 എന്ന് പറഞ്ഞത് 10 ആയിരിക്കും. അവിടുത്തെ എക്സിന്റെ കോർഡിനേറ്റ്സ് എന്താ? സൂചക സംഖ്യകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അടുത്തത് നമ്മൾ വൈയിലോട്ട് നോക്കുക. 2 എന്ന് പറഞ്ഞ ചങ്ങായി ഈ വൈന്റെ കോർഡിനേറ്റ് എത്തിയപ്പോൾ അയാൾ 4 ആണ്. അതിലോട്ട് എത്തിയപ്പോൾ എത്ര കൂടി? 2ൽ നിന്നും 4 ആയപ്പോൾ എത്ര കൂടി? +2 കൂടി. +2 കൂടിയോ? കൂടി. അതേപോലെ തന്നെ വൈന്റെ കോർഡിനേറ്റ്സ് ആയ ഇയാളുടെ കൂടെയും ഒരു +2 കൂടും. നമുക്ക് എന്ത് കിട്ടും? 6ന്റെ കൂടെ 2 കൂട്ടുമ്പോൾ നമുക്ക് 8 എന്ന് കിട്ടും. ഓക്കെ, പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. നമ്മളെന്താ വലത്തോട്ട് നോക്കുക. സാറേ, ഇനി വലത്തോട്ട് നോക്കി മടിയാണെന്ന് വിചാരിക്കുക. വലത്തോട്ട് നിൽക്കാന്നൊക്കെ ആ സിനിമയിലും മമ്മൂട്ടി അറിയൂലേ? അതേപോലെ തന്നെ വലത്തോട്ട് നിൽക്കാക്കി മടിയാണെന്ന് വിചാരിക്കുക. എന്നാ പിന്നെ മുകളിലോട്ട് നോക്കാം. മോളിക്ക് നോക്കാൻ പോവാണ്. നമ്മൾ മോളിക്കാൻ നോക്കണട്ടാ. ഈ എക്സിന്റെ കോർഡിനേറ്റ് ആയ 2ൽ നിന്നും 4ലേക്ക് ആയപ്പോൾ 2ൽ നിന്നും 4ലേക്ക് ആയപ്പോൾ എത്ര കൂടി? 2ൽ നിന്നും 4ലേക്ക് ആയപ്പോൾ എത്ര കൂടി? +2 കൂടി. പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. +2 കൂടി. നമ്മൾ ഇവിടെയും മുകളിലേക്ക് നോക്കുക. ഇത് നമ്മൾ വായിക്കാട്ടോ. 8ൽ നിന്നും ഇവിടുത്തെ കോർഡിനേറ്റ് എക്സിലേക്ക് നിൽക്കുമ്പോൾ എത്ര കൂടണം? അപ്പോഴും 2 കൂടണം. അപ്പൊ 8ന്റെ കൂടെ ഈ +2 കൂട്ടുക, 10 എന്ന് കിട്ടും. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. എക്സിന്റെ കോർഡിനേറ്റ്സ് കിട്ടി. ഇനി അടുത്തൊരു കാര്യം 2വിന്റെ കൂടെ 6 കൂടിയില്ലേ? വൈന്റെ കോർഡിനേറ്റ്സ് ആയ ഈ 2ൽ നിന്നും ഇവിടുത്തെ വൈന്റെ കോർഡിനേറ്റ്സ് ആയ 6 കൂടിയപ്പോൾ 2ൽ നിന്നും 6 ആയി മാറിയപ്പോൾ എത്ര കൂടി? +4 കൂടി അല്ലേ? 2 കൂടെ +4 കൂട്ടുമ്പോഴല്ലേ 6 കിട്ടുക. അപ്പോ +4 കൂടി. അതേപോലെ തന്നെ ഇയാളുടെ കൂടെയും ഒരു +4 കൂടുന്നു. അപ്പൊ 4 + 4 എന്ന് പറയുന്നത് നമുക്ക് 8 എന്ന് കിട്ടും. അപ്പൊ സിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 10,8 ആയിരിക്കും. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അങ്ങനെ നമുക്ക് രണ്ടാമത്തെ രീതി കൂടി നമുക്ക് എന്താ ചെയ്യാം. നമുക്കെന്താ ബി പറഞ്ഞിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതെന്താന്ന് നോക്കാം. AC എന്ന വികരണത്തിന്റെ മധ്യബിന്ദുവിന്റെ സൂചക സംഖ്യകൾ കാണുക. ഇവിടെ AC പറഞ്ഞിട്ടുള്ള
ഒരു വികരണം ഉണ്ടോ മക്കളെ? AC പറഞ്ഞ ഒരു വികരണം ഇല്ലെങ്കിൽ ആ വികരണം നമ്മൾ അങ്ങോട്ട് വരയ്ക്കണം. ദാ ആ വികരണം നമ്മൾ അങ്ങോട്ട് വരച്ചു. ഓക്കെ, നമ്മളോട് പറഞ്ഞു AC പറഞ്ഞ ഈ ഒരു വികരണം അല്ലെങ്കിൽ ഈ ഒരു ലൈനിന്റെ മധ്യബിന്ദു അതിന്റെ കോർഡിനേറ്റ്സ് കാണാൻ പറഞ്ഞു. എടാ മക്കളെ, ഇയാൾ എന്ന് പറഞ്ഞത് ഒരു ലൈൻ അല്ലേ? ആ ലൈനിൽ 2 പോയിന്റുകൾ നമുക്കുണ്ട്. ദാ ഒരു പോയിന്റ് ഇയാളുമാണ്, മറ്റൊരു പോയിന്റ് ഇയാളുമാണ്. ദാ മറ്റൊരു പോയിന്റ് നമുക്കറിഞ്ഞൂടെ, ഒരു ലൈനിലെ 2 പോയിന്റുകൾ തന്ന അതിന്റെ മിഡ് പോയിന്റ് അല്ലെങ്കിൽ സെന്റർ കാണാൻ നമുക്കറിയാം. എന്താ, ഒന്നെങ്കിലും ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കും അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യും. നമ്മൾ കാണാൻ പോകുന്നത് മിഡ് പോയിന്റ് അല്ലെങ്കിൽ മധ്യബിന്ദുവാണ്. എന്താ, എക്സിന്റെ കോർഡിനേറ്റ്സ്, എന്താ എക്സിന്റെ കോർഡിനേറ്റ്സ് പരസ്പരം കൂട്ടും. എന്താ, ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ ഇക്വേഷൻ ആയിട്ട് എഴുതാം. എന്താ, x1 plus x2 divided by 2, y1 plus y2 divided by 2. ഇയാളെ നമുക്ക് x1 എന്ന് വിളിക്കാം, x1 y1 എന്ന് വിളിക്കാം. ഇയാളെ നമുക്ക് x2 y2 എന്ന് വിളിക്കാം. ഞാൻ വിളിച്ചില്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല. എക്സിന്റെ കോർഡിനേറ്റ്സ് പരസ്പരം കൂട്ടുക. 2ഉം 10ഉം നമ്മൾ കൂട്ടുക. 2ഉം 10ഉം നമ്മൾ കൂട്ടുമ്പോൾ നമുക്ക് 12 എന്ന് വരും. 2ഉം 10ഉം നമ്മൾ കൂട്ടുമ്പോൾ 12 എന്ന് വരും. അത് by 2, വൈന്റെ കോർഡിനേറ്റ്സ് പരസ്പരം കൂട്ടുക. 2 plus 8 എന്ന് പറയുന്നത് 10 ആണ്. 10/2 എന്ന് പറയുന്നത് ഈക്വൽ ടു 12/2 എന്ന് പറയുന്നത് 6 ആണ്. 10/2 എന്ന് പറയുന്നത് 5 ആണ്. 6, 5 ആണ് മക്കളെ ഇതിന്റെ സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത്. സെറ്റായോ? മിഡ് പോയിന്റ് എന്ന് പറയുന്നത്. റെഡി ആണോ? എടാ മക്കളെ, നമ്മൾ ഈ BD പറഞ്ഞിട്ടുള്ള ഒരു ലൈനും കൂടി നമ്മൾ ഇങ്ങോട്ട് വരയ്ക്കുക. ഓക്കെ, ഇപ്പൊ 2 വികരണങ്ങളുണ്ട്. AC പറഞ്ഞുള്ള ഒരു വികരണവും അതേപോലെ DB പറഞ്ഞ മറ്റൊരു വികരണവും വരച്ചെന്ന് വിചാരിക്കുക. വരച്ചോ? അപ്പൊ 2 ആൾക്കാരും കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് ഉണ്ടാവില്ലേ? ഒരു പോയിന്റ് ഉണ്ടാവില്ലേ? ആ പോയിന്റ് തന്നെയാണ് ഈ പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ഈ ലൈനിന്റെ മിഡ് പോയിന്റ് എന്ന് പറയുന്നതും ഈ ലൈനിന്റെ മിഡ് പോയിന്റ് എന്ന് പറയുന്നതും ഈ 2 വികരണങ്ങളും കൂട്ടിമുട്ടുന്ന ആ പോയിന്റ് തന്നെയാണ്. സെറ്റാണോ? റെഡിയാണോ? ആ കാര്യം കൂടി നിങ്ങൾ എന്താ ഒന്ന് ഓർത്ത് വെക്കണം. നമുക്ക് രണ്ടാമത്തെ ഒരു ചോദ്യം ഉണ്ട്. ആ ചോദ്യം എന്താന്ന് നോക്കാം. 1, 2, 7, 5 എന്നീ ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വരയെ 2:2 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കുന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യകൾ അല്ലെങ്കിൽ കോർഡിനേറ്റ്സ് എന്താ കാണാൻ നമ്മളോട് പറഞ്ഞു. സുഖമല്ലേ മക്കളെ? എന്താ പറഞ്ഞത്? എന്താ, 1, 2 പറഞ്ഞുള്ള ഒരു പോയിന്റ് ഉണ്ട്. ഇതാണ് 1, 2 എന്ന് പറഞ്ഞുള്ള ഒരു പോയിന്റ്. അതേപോലെ 7, 5 പറഞ്ഞുള്ള അടുത്തൊരു പോയിന്റ് ഉണ്ട് അല്ലേ? എന്നീ ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വര എന്ന് പറയുന്നത് ഇതാണ് നമ്മളുടെ വര അല്ലെങ്കിൽ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ വരയെ 2:1 എന്ന റേഷ്യോയിൽ എന്താ ഭാഗിക്കുന്ന ഒരു ബിന്ദു ഉണ്ട്. ആ ബിന്ദുവാണ് ഈ ബിന്ദു എന്ന് പറയുന്നത്. എത്ര ഈസ്റ്റു ആണ്? 2:1 എന്ന റേഷ്യോയിൽ ഭാഗിക്കുന്ന പോയിന്റ് ആണ്. ഓക്കെ, പ്രശ്നങ്ങൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോയിന്റിന്റെ സൂചക സംഖ്യകൾ അല്ലെങ്കിൽ കോർഡിനേറ്റ്സ് ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സുഖമായിട്ട് നമുക്ക് കാണാൻ പറ്റും. കണ്ടൂടെ മക്കളെ? എടാ മക്കളെ, 2:1 എന്ന റേഷ്യോയിലാണ് നമ്മൾ ഭാഗിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ലൈന് എന്ന് പറയുന്നത് മൊത്തത്തിന്റെ എത്ര ഭാഗമായിരിക്കും? മൊത്തം എന്ന് പറയുന്നത് 3 ആണ്. 2ഉം 1ഉം ആഡ് ചെയ്യുമ്പോൾ 3 ആണ്. 3ൽ 2 അല്ലേ? 3ൽ 2 അല്ലേ ഈ ഭാഗം എന്ന് പറയുന്നത്? 3ൽ 2 അല്ലേ ഈ ഭാഗം എന്ന് പറയുന്നത്? അല്ലേ? അപ്പൊ ഈ ഭാഗം എന്ന് പറയുന്നത് എത്രയായിരിക്കും? ആ ഭാഗം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3ൽ 1 ആയിരിക്കും. സെറ്റാണോ? നമ്മൾ ചിത്രം നോക്കുമ്പോൾ അങ്ങനെയൊന്നും നമുക്ക് തോന്നൂല. നമ്മളെ ചിത്രം നോക്കുകയാണെങ്കിൽ ഈ പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും അല്ലേ? 2:1 അങ്ങനെയല്ലേ ചിത്രത്തിൽ വരണ്ടേ? അത് ചിത്രത്തിന്റെ പാളിച്ചാണ്. പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ അങ്ങനെ വേണം മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, ഇവിടെ വെറുതെ ഒരു പോയിന്റ് ഇട്ടെന്നുള്ളൂ. നമ്മളെ പോയിന്റ് കണക്ക് പ്രകാരമൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെ പോയിന്റ് ഏകദേശം ഇവിടെ ആയിരിക്കും വരിക. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ പോയിന്റ് ഇട്ടുള്ളത്. പ്രശ്നങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ അവിടെ ഇട്ടാലും പ്രശ്നം, നമ്മളോട് വരയ്ക്കാനൊന്നല്ലല്ലോ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഏകദേശം നമുക്ക് മനസ്സിലായാൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഭാഗം എന്ന് പറയുന്നത് 3:3ൽ 3ൽ 2 ഭാഗമാണ്. ഈ ഭാഗം എന്ന് പറയുന്നത് 3ൽ 1 ഭാഗമാണ്. സെറ്റാണോ? അത്ര വെക്കുക. ഞാൻ അടുത്തൊരു കാര്യം പറഞ്ഞാൽ നമുക്ക് എന്താ കാണണ്ടേ? ഈ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റും അതേപോലെ വൈ കോർഡിനേറ്റ്സും ആണ് നമ്മൾ കണ്ടത്. ആദ്യം നമ്മൾ എക്സിന്റെ കോർഡിനേറ്റ് കാണാം. അപ്പോൾ x ഈക്വൽ ടു എന്ന് എഴുതാം. പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. x ഈക്വൽ ടു എന്ന് എഴുതാം.
ഇവിടെ എക്സിന്റെ കോർഡിനേറ്റ് എത്രയാ? ഫസ്റ്റിൽ എക്സിന്റെ കോർഡിനേറ്റ് എത്രയാ? എക്സിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ 1 പ്ലസ്. ഓക്കെ, ഇനി ഇവിടെ രണ്ട് എക്സിന്റെ കോർഡിനേറ്റ്സ് ഉണ്ട്. ഈ ഒരു എക്സിന്റെ കോർഡിനേറ്റും ഇവിടെ ഒരു എക്സിന്റെ കോർഡിനേറ്റ് ഉണ്ട്, 1ഉം 7. ഈ 1ഉം 7ഉം തമ്മിലുള്ള വ്യത്യാസം കാണുക. വ്യത്യാസം എത്രയാ? 1ഉം 7ഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഇൻറ്റു ഇതാ ഈ ഒരു റേഷ്യോ 3:2 എന്ന് പറഞ്ഞിട്ടുള്ള റേഷ്യോ എഴുതുക. 3:2 അല്ലെങ്കിൽ 2/3 എഴുതുക. ഓക്കെ, നമ്മൾ എന്താ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയാൽ നമ്മൾ ആദ്യം ഗുണനം ചെയ്യണം. ഈ 6നെയും 3നെയും നമ്മൾ കട്ട് ചെയ്യുക, 2 എന്ന് കിട്ടും. ഗുണനം ചെയ്യുക. 2 × 2 എന്ന് പറയുന്നത് 4 ആണ്. 4 + 1 എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അപ്പൊ എക്സിന്റെ കോർഡിനേറ്റ് നമുക്ക് കിട്ടി, അയാൾ എന്ന് പറയുന്നത് 5 ആണ്. ഇനി നമുക്ക് വൈന്റെ കോർഡിനേറ്റും പാടെ കിട്ടണം. തെറ്റാണോ? വൈന്റെ കോർഡിനേറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ വൈന്റെ ഈ ഫസ്റ്റത്തെ കോർഡിനേറ്റ് ആയ ഈ 2നെ നമ്മൾ എഴുതുക, പ്ലസ് ഈ വൈന്റെ കോർഡിനേറ്റ് ഈ 2ഉം വൈന്റെ കോർഡിനേറ്റ് ആയ അവിടുത്തെ 5ഉം തമ്മിലുള്ള വ്യത്യാസം കാണുക. അത് വ്യത്യാസം എന്ന് പറയുന്നത് 3 ആണ്. 5ന്ന് 2 കുറച്ചാൽ എത്രയാ മക്കളെ? 3 അല്ലേ? 3 എഴുതി കഴിഞ്ഞു. അത് ഇൻറ്റു ഈ റേഷ്യോ തന്നെ. ഈ റേഷ്യോ നമ്മൾ എടുക്കാൻ പോകരുത്. ഈ റേഷ്യോ തന്നെ നമ്മൾ എടുക്കണം. 2/3 എന്ന റേഷ്യോ തന്നെ നമ്മൾ എടുക്കണം. ഒറ്റ റേഷ്യോ എടുക്കാൻ പാടുള്ളൂ, അത് ആദ്യത്തെ റേഷ്യോ ആയിരിക്കണം. സെറ്റാണോ? ഓക്കെ, നമുക്ക് ചെയ്തോടെ ഈ 3യും നമ്മൾ കട്ട് ചെയ്തു. ഈ 2 + 2 എന്ന് പറയുന്നത് 4 ആണ്. സെറ്റാണോ? അപ്പൊ വൈയുടെ കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടി, 4 എന്ന് കിട്ടി. കിട്ടിയ ഉത്തരം ശരിയാണോ നോക്കണ്ടേ? ഇതാ ഈ രണ്ട് പോയിന്റുകളിലും ഇടയിലാണ് ഈ പോയിന്റ് വന്നിട്ടുള്ളത്. അപ്പോ ഇവിടുത്തെ എക്സ് എന്ന് പറയുന്നത് 1ഉം ഇവിടുത്തെ എക്സ് എന്ന് പറയുന്നത് 7ഉം ആണ്. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് 1ന്റെയും 7ന്റെയും ഇടയിലായിരിക്കണം ഇയാൾ വരേണ്ടത്. ആണോ വന്നിട്ടുള്ളത്? 5 വന്നിട്ടും 1ന്റെയും 7ന്റെയും ഇടയിലല്ലേ 5 വന്നിട്ടുള്ളത്. അപ്പൊ അത് ശരിയാണ്. അടുത്തൊരു കാര്യം, 2ന്റെയും 5ന്റെയും ഇടയിലല്ലേ 4. അപ്പൊ അതും ശരിയാണ്. സെറ്റാണോ? അപ്പൊ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. സെറ്റാണോ? പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഈ രണ്ട് ക്വസ്റ്റ്യനും നമ്മൾ എക്സാമിന് ഷുവറായിട്ടും ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യനും വൃത്തിയായിട്ട് എന്താ നമ്മൾ പഠിച്ചു പോകണം. സെറ്റാണോ? ഇനിയിപ്പോ ഇവിടെ മൈനസുകൾ വന്നാലും അല്ലെങ്കിൽ ഇവിടെ മൈനസ് വന്നാലും നിങ്ങൾ എന്താ പതറരുത്. കോർഡിനേറ്റ്സ് എന്താ മൈനസ് ആയാലും നിങ്ങളെ മൈൻഡ് എന്താ മാറരുത്. സ്റ്റഡി ആയിട്ടിരുന്നാണ്ട് എന്താ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താ നോക്കാം മക്കളെ. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു ചോദ്യം ഉണ്ട്. ചിത്രത്തിൽ O വൃത്തകേന്ദ്രമാണ്. വൃത്തത്തിന്റെ സമവാക്യമാണ് x² + y² = 25 എന്ന് പറഞ്ഞുള്ളത്. ഓക്കെ, നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ O എന്ന് പറഞ്ഞ ചങ്ങായി ഈ വൃത്തത്തിന്റെ സെന്റർ ആണ് അല്ലെങ്കിൽ കേന്ദ്രമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം മനസ്സിലാക്കാണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് എഴുതാം. ഓക്കെ, ഈ വൃത്തത്തെ സംബന്ധിച്ച് O എന്ന് പറയുന്നത് വൃത്തത്തിന്റെ കേന്ദ്രമാണ്, സെന്റർ ആണ്. ഓക്കെ, ഈ എക്സ് ആക്സിസിനെ അപേക്ഷിച്ചും അതേപോലെ വൈ ആക്സിസിനെ അപേക്ഷിച്ചും ഈ O എന്ന് പറയുന്നത് അതിന്റെ ഒറിജിൻ അല്ലെങ്കിൽ ആധാര ബിന്ദുവാണ്. ആധാര ബിന്ദു നമുക്കറിയാം 0 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, നമുക്ക് അറിഞ്ഞൂടെ? നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ്? ആരം എത്ര സെന്റിമീറ്റർ ആണെന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അതിൽ ആരം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എടാ x² + y² = 25 എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? അതിന്റെ ആ വൃത്തത്തിന്റെ കേന്ദ്രം 0 ആണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഇവിടെ ചിത്രം തന്നിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് മനസ്സിലായി. ഇനിയിപ്പോ ഡയറക്റ്റ് തരും x² + y² = 25 എന്ന് തന്നാൽ അവിടെ നമ്മൾ മനസ്സിലാക്കണം അവിടെ എന്താ ആ വൃത്തത്തിന്റെ സെന്റർ എന്ന് പറയുന്നത് ഒറിജിൻ ആയിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇയാള് എന്ന് പറയുന്നത് 0 ആണ്. പിന്നെ അതേപോലെ തന്നെ റേഡിയസ് നമുക്കറിയാം. ഒരു സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു സർക്കിളിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x² + y² = r² എന്നാണ് നമുക്കറിയാം അല്ലെ. ഇതിന്ന് r² എന്ന് പറയുന്നത് നമുക്കറിയാം. r² എന്ന് പറയുന്നത് 25 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ. 25 ആണെന്ന് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് r കണ്ടൂടെ? r² 25 ആണെങ്കിൽ r എത്രയായിരിക്കും മകളെ? √25 ആയിരിക്കും അല്ലെ. ഈ √25 എന്ന് പറഞ്ഞാൽ എത്രയാ? 5 അല്ലേ √25 എന്ന് പറഞ്ഞാൽ. അപ്പൊ റേഡിയസ് എന്താ? റേഡിയസ് 5 എന്ന് കിട്ടി. ഇവിടെ നിന്നും വൃത്തത്തിന്റെ സെന്ററിൽ നിന്നും
വൃത്തത്തിലേക്കുള്ള അകലം നമുക്ക് കിട്ടി 5 എന്ന്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് വൃത്തത്തിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് പഠിച്ചിട്ടുണ്ട്. ഈ ഇക്വേഷൻ തന്നെയാണ് ഈ ഇക്വേഷൻ എന്ന് പറയുന്നതും. എങ്ങനെയാ? ഈ എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും 0 ആണ്. എന്താ കാരണം? എ എന്ന് പറയുന്നത് 0 ആണ്, ബി എന്ന് പറയുന്നതും 0 ആണ്. എ കോമ ബി എന്ന് പറയുന്നത് വൃത്തത്തിന്റെ സെന്റർ അല്ലേ? അപ്പൊ ആ രണ്ടാൾക്കാരും 0 ആണ്. അപ്പൊ ഇയാളും 0 ആവും, ഇയാളും 0 ആവും. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ആയിരിക്കും. അങ്ങനെയാണ് ആ ഇക്വേഷൻ വന്നിട്ടുള്ളത്. സെറ്റ് ആണോ? നമ്മൾ റേഡിയസ് കണ്ടുപിടിച്ചു 5 ആണെന്ന്. 5 സെന്റിമീറ്റർ ആണെങ്കിൽ സെന്റിമീറ്റർ ആയിരിക്കും, എന്തും ആവും. 5 ആണെന്ന് മാത്രം എഴുതിയാൽ മതി നമ്മൾ. ഓക്കെ, ബി പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് നമുക്ക്. എന്താ? ആധാരബിന്ദു കേന്ദ്രവും ആരം 3 സെന്റിമീറ്ററും ആയിട്ടുള്ള വൃത്തത്തിന്റെ സമവാക്യം എന്ത്? ആരം 5 സെന്റിമീറ്റർ ആയപ്പോൾ ആ വൃത്തത്തിന്റെ സമവാക്യം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 25 എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ആരം 3 സെന്റിമീറ്റർ ആവുകയാണെങ്കിൽ ആ വൃത്തത്തിന്റെ ഇക്വേഷൻ എന്താ വരിക? ആ വൃത്തത്തിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു റേഡിയസ് എത്രയാ? 3 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പൊ റേഡിയസിന്റെ സ്ഥാനത്ത് എന്താ? നമ്മളെന്താ 3 എന്ന് കൊടുക്കണം. 3 സ്ക്വയർ എന്ന് കിട്ടും. ആ 3 സ്ക്വയറിനെ നമുക്ക് എന്താ 9 എന്ന് എഴുതിക്കൂടെ? അതാണ് ആ റേഡിയസിന്റെ ഇക്വേഷൻ അല്ലെങ്കിൽ സമവാക്യം എന്ന് പറയുന്നത്. സെറ്റ് ആണോ? നമ്മൾ പഠിച്ചു വെക്കണം. ഈ ഒരു സർക്കിളിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ് നമ്മളുടെ സർക്കിളിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. എ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നതും അതിന്റെ സെൻട്രലിലെ കോർഡിനേറ്റ്സ് ആണ്. സെറ്റ് ആണോ? അത് 0 ആയി കഴിയുമ്പോഴാണ് ഇതേപോലത്തെ ഒരു ഇക്വേഷൻ നമുക്ക് അവിടെ വരിക. റേഡിയസ് കണ്ടൂടെ മക്കളെ? ഇക്വേഷൻ കണ്ടൂടെ? ആ ഇക്വേഷൻ വെച്ചിട്ട് സെറ്റ് അല്ലേ? നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. സെറ്റ് അല്ലേ? 5, 3 എന്ന ബിന്ദു കേന്ദ്രമായി ഒരു വൃത്തം വരച്ചിരിക്കുന്നു. 5,6 വൃത്തത്തിലെ ഒരു ബിന്ദുവാണ്. അങ്ങനെ ഒരു വൃത്തം നിലവിലൂടെ വരച്ചിട്ടുണ്ടോ? ഇല്ല, നമ്മൾ വരച്ചു നോക്കണം. 5,3 എന്ന് ബിന്ദു കേന്ദ്രമായി ഒരു വൃത്തം. പോയിന്റ് ഉണ്ട്. 5,3 പറഞ്ഞുള്ളൊരു ബിന്ദുവാണ്. ഈ പോയിന്റ് കേന്ദ്രമായിട്ട് നമ്മൾ ഒരു സർക്കിൾ അല്ലെങ്കിൽ വൃത്തം വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മളുടെ വൃത്തം എന്ന് പറയുന്നത്. ഒരു വൃത്തം വരച്ചിട്ടുണ്ട്. അടുത്തൊരു കാര്യം എന്താ? 5,6 വൃത്തത്തിലെ ഒരു ബിന്ദുവാണ്. അപ്പൊ 5,6 എന്ന് പറയുന്നത് വൃത്തത്തിലെ ഒരു ബിന്ദുവാണ്. അയാളെയും നമ്മൾ അടയാളപ്പെടുത്തി. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വൃത്തത്തിന്റെ ആരം അല്ലെങ്കിൽ റേഡിയസ്. ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വൃത്തത്തിന്റെ ആരം അല്ലെങ്കിൽ റേഡിയസ് എത്രയെന്ന് ചോദിച്ചിട്ടുണ്ട്. എടാ, ഈ റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താ? റേഡിയസ് എന്ന് പറഞ്ഞാൽ വൃത്തത്തിന്റെ സെൻട്രൽ നിന്നും ഈ സർക്കിളിലേക്കുള്ള ഈ ലെങ്തിനെയാണ് നമ്മൾ റേഡിയസ് എന്ന് പറയുന്നത്. അതായത് ഒരു ലൈനിലെ 2 ബിന്ദുക്കളല്ലേ ഈ തന്നിട്ടുള്ളത് അല്ലേ? ആ 2 ബിന്ദുക്കളുടെ ഇടയിൽ എത്ര ലെങ്ത് ഉണ്ട് നോക്കിയാൽ, അല്ലെങ്കിൽ ഇവിടെ അകലം എത്ര നോക്കിയാൽ ഈ റേഡിയസ്, വൃത്തത്തിന്റെ റേഡിയസ് നമുക്ക് കിട്ടില്ലേ? കിട്ടും. ഒരു സംശയമില്ലാതെ നമുക്ക് കിട്ടും. എന്താ? ഒരു 2 ബിന്ദുക്കൾ തന്നാൽ ആ ഒരു ലൈനിന്റെ ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് മക്കളെ ആ ഇക്വേഷൻ എന്ന് പറയുന്നത്? റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇപ്പൊ ആദ്യം x1 എഴുതിയാലും പ്രശ്നമല്ല, രണ്ടാമത് x2 എഴുതിയാലും പ്രശ്നമല്ല. സ്ക്വയർ വരുമ്പോ എന്താ? മൈനസ് പോകും. ഓക്കെ, എന്താ പറഞ്ഞത്? ഈ 2 എക്സിന്റെ കോർഡിനേറ്റ്സ് എന്താ? അതിന്റെ വ്യത്യാസം കണ്ടിട്ട് സ്ക്വയർ കാണണം. 5 ആയതുകൊണ്ട് തന്നെ ഇവിടെ 5 ആണ്, ഇവിടെ 5 ആണ്. അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് 0 ആണ്. 0ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 0 തന്നെയാണ്. ഓക്കെ, പ്ലസ് y2ന്റെ കോർഡിനേറ്റ്സ് ഒന്ന് 3 ആണ്, ഒരാൾ 6 ആണ്. 6ഉം 3യും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ 3ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാ? 3ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്. ലാസ്റ്റ് നമുക്ക് കിട്ടും √9 എന്ന് കിട്ടും. √9 എന്ന് പറയുന്നത് എത്രയാ? 3 സെന്റിമീറ്റർ ആണ്. സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ അളവുകളൊന്നും തന്നിട്ടില്ല. നമുക്ക് 3 എഴുതാം, അല്ലെങ്കിൽ 3 സെന്റിമീറ്റർ എഴുതാം. നമുക്ക് 3 എഴുതിയാൽ മതി കേട്ടോ. സെന്റിമീറ്റർ മീറ്റർ ഒന്നും തന്നിട്ടില്ല.
3 എഴുതാം. അപ്പൊ ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് 3 ആണെന്ന് കിട്ടി. നമുക്ക് ഇവിടെ മറ്റൊരു രീതിയിലും കൂടി ചെയ്യാം. ഇവിടെ എക്സിന്റെ കോർഡിനേറ്റ് ഈക്വൽ ആണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ വൈന്റെ കോർഡിനേറ്റ്സുകൾ പരസ്പരം എന്താ, അതിന്റെ ഡിഫറൻസ് എടുത്താൽ മതി. വൈന്റെ കോർഡിനേറ്റ്സിന്റെ ഡിഫറൻസ് എന്താ, 6 എന്ന് 3 കുറച്ചാൽ എത്രയാ, 3 അല്ലേ മക്കളെ? 3 അല്ലേ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയും റേഡിയസ് കാണാം. എങ്ങനെ, ഏതെങ്കിലും ഒരു കോർഡിനേറ്റ് എന്താ ഈക്വൽ ആവണം. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് ബി പറഞ്ഞിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ്, വൃത്തത്തിന്റെ സമവാക്യം എന്ത്? നമുക്കറിയാം ഏതൊരു വൃത്തത്തിന്റെ സമവാക്യം കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താണ് ഏതൊരു വൃത്തത്തിന്റെയും സമവാക്യം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്? ഇതിൽ എ എന്ന് പറഞ്ഞ ചെങ്ങായും അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന ചെങ്ങായും വൃത്തത്തിന്റെ സെന്റർ ആണ്. എ കോമ ബി എന്ന് പറയുന്നത് 5,3 ആണെന്ന് നമുക്കറിയാം. സെറ്റാണോ? ഇക്വേഷൻ നമുക്കറിയാം. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇക്വേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യാണ്. എക്സ് മൈനസ് എ എന്ന് പറഞ്ഞ ചെങ്ങായി 5 ആണ്. 5 ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് ബി എന്ന് പറഞ്ഞ ചെങ്ങായി 3 ആണ്. അയാളുടെ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ആണ്. ആർ സ്ക്വയർ നമ്മൾ കണ്ടോ, എത്രയാ, 3 എന്ന് കണ്ടു. 3 സ്ക്വയർ. സെറ്റ് ആണോ? നമുക്ക് വേണമെങ്കിൽ എന്താ, ഇവിടെ എന്താ, നമ്മൾ ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ടും ആണെങ്കിൽ എഴുതാ. 3 സ്ക്വയർ നമ്മൾ എഴുതാണ് 9 എന്ന് എഴുതുകയാണ്. ഓക്കെ, പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണമെങ്കിലും ആണെങ്കിൽ ചെയ്യാം. നമ്മൾ എന്താ, മാർക്ക് നോക്കിയിട്ട് ചെയ്യണം. ഓക്കെ, സെറ്റ് ആണോ? 2ഓ 3ഓ മാർക്കിനാണ് ബി ചോദിച്ചതെങ്കിൽ നമ്മളത് ഓപ്പൺ ചെയ്തിട്ട് എന്താ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് സിമ്പിൾ ആയിട്ട് നമ്മൾ എന്താ എഴുതണം. നമുക്ക് എന്താ, സി പറഞ്ഞുള്ളൊരു ചോദ്യം കൂടി ഉണ്ട്. എന്താണ് ആ സി പറഞ്ഞുള്ളൊരു ചോദ്യം കൂടി നമുക്ക് വായിച്ചേക്കാം. വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്നും എക്സ് അക്ഷത്തിലേക്കുള്ള അകലം എത്രയാണെന്ന്. ഇവിടെ എക്സ് അക്ഷം അല്ലെങ്കിൽ വൈ അക്ഷം ഒക്കെ ഉണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ നമ്മൾ എന്താ, എക്സ് അക്ഷവും അതേപോലെ വൈ അക്ഷമൊക്കെ വെച്ചിട്ട് എന്താ, ആക്സിസ് ഒക്കെ വെച്ചിട്ട് എന്താ, നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ചിത്രം ഒന്ന് വരച്ച് നോക്കുകയാണ്. നമുക്ക് സി പറഞ്ഞൊരു ചോദ്യം ഉണ്ട്. വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്നും ആദ്യം നമുക്ക് ഒരു എക്സ് അക്ഷവും വൈ അക്ഷവും നമുക്ക് വരച്ച് നോക്കാം. ഇതാണ് നമ്മളുടെ എക്സ് അക്ഷം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്സ് ആക്സിസ്. ഇത് വൈ ആക്സിസ് 1 2 3 4 5. അപ്പൊ ഈ ഒരു പോയിന്റ് നമുക്ക് ഒന്ന് അടയാളപ്പെടുത്തി 5 ആണ്. 1 2 3 4 5. ഇവിടെ ഉണ്ട് 1 2 3 1 2 3 1 2 3 4 5 എന്ന്. 5 3 എന്ന് പറഞ്ഞ പോയിന്റ് ഏകദേശം ഇവിടെ ആയിരിക്കും അല്ലെ? 5 3 എന്ന് പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇവിടെ ആയിരിക്കും. 5,3. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ആ വൃത്തം എങ്ങനെ, നമ്മളോട് എന്താ പറഞ്ഞത്, ഈ വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്നും എക്സ് അക്ഷത്തിലേക്കുള്ള അകലം പറയുമ്പോൾ നമ്മൾ എന്താ, അല്ലെങ്കിൽ ഹൈറ്റ് പറയുമ്പോൾ ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള ഹൈറ്റ് നമ്മൾ എടുക്കണം. വളഞ്ഞൊന്ന് പോയത് ഡയറക്റ്റ് താഴത്തോട്ടുള്ള ഹൈറ്റ് എടുക്കണം. ഡയറക്റ്റ് താഴത്തോട്ടുള്ള ഈ ലെങ്ത് എന്ന് പറയുന്നത് നമുക്കറിയാം വൃത്തത്തിന്റെ റേഡിയസ് ആണ്. ആ പോണത് എന്താ, വൃത്തത്തിന്റെ റേഡിയസ് ആണെന്ന് പറയാം. ആ ലെങ്ത് എത്ര, ഇവിടെ മുതലും ഈ തൊടുന്ന ഈ ഒരു ദൂരത്തുള്ള ഈ ഒരു പോയിന്റ് എത്രയാണെന്നാണ്, അവിടുത്തെ എന്താ അകലം എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അത് എന്ന് പറയുന്നത് വൈ ആക്സിസ് 3 ആണ്. വൈ എന്ന് പറയുന്ന ചങ്ങായി 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ലെങ്ത് എത്രയായിരിക്കും, വല്ലത് മനസ്സിലായോ? ഇതാണ് നമ്മളുടെ വൃത്തം. ഇങ്ങനെ പോകും, വൃത്തം ഇങ്ങനെ പോവുക. ഈ എക്സ് ആക്സിസിനെ തട്ടിയിട്ടാണ് നമ്മളുടെ വൃത്തം പോവുക അല്ലേ? ഈ വൈ പറഞ്ഞ ചങ്ങായി 3 ആണ്. വൃത്തത്തിന്റെ റേഡിയസ് എന്ന് പറയുന്നതും 3 ആണ്. അപ്പൊ ഒരാൾക്കാർ തന്നെയല്ലേ നമ്മുടെ വൃത്തം പോകുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു അകലം എന്ന് പറയുന്നത് എത്രയാ? അകലം എന്ന് പറയുന്നത് 3 ആയിരിക്കും. അപ്പൊ ഇവിടെ തട്ടുന്ന ഈ ഒരു പോയിന്റിലെ കോർഡിനേറ്റ് എത്രയെന്ന് ചോദിച്ചാൽ എത്ര പറയാ? എക്സിന്റെ എത്രയാ? 5 ആണ്. എക്സ് ആക്സിലെ വൈ വാല്യൂകൾ എന്താ, എല്ലായ്പ്പോഴും 0 ആയിരിക്കും. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 5 0 ആയിരിക്കും. സെറ്റ് ആണോ? നമുക്ക് ഡി പറഞ്ഞിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. എന്താണ് ഡി പറഞ്ഞുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ? ആധാര ബിന്ദുവിൽ നിന്നും അല്ലെങ്കിൽ ഒറിജിനിൽ നിന്നും ഇതാണ് നമ്മുടെ ഒറിജിൻ അല്ലെങ്കിൽ ആധാര ബിന്ദു എന്ന് ഒറിജിൻ എന്ന് പറയുന്നതാണ്. ഒറിജിനിൽ നിന്നും വൃത്തത്തിലേക്കുള്ള തൊടുവരയുടെ അല്ലെങ്കിൽ ടാൻജന്റിന്റെ നീളം. ഇതല്ലേ മക്കളെ നോക്കടാ, ഇയാളല്ലേ ആ വൃത്തത്തിന്റെ തൊടുവര. നമ്മളെ വൃത്തം ഇങ്ങനെ വരില്ലേ, ഇതാണ് നമ്മളെ വൃത്തം വരും. ഇതല്ലേ വൃത്തത്തിന്റെ തൊടുവര. ഒരു തൊടുവര അവിടെ പോയി, ഒരു തൊടുവര ഇങ്ങനെ പോകും. നമുക്കറിയാം വൃത്തത്തിന്റെ പുറത്ത് നിന്നും തൊടുവരകൾ അല്ലെങ്കിൽ ടാൻജന്റ് വരച്ചാൽ ആകെ 2 ടാൻജന്റേ വരയ്ക്കാൻ പറ്റുള്ളൂ. ആ 2 ടാൻജന്റുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. അതായത് ഈ ലെങ്ത്തും എന്താ, ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈ ഒരു ലെങ്ത് എത്രയാ? 5 സെന്റിമീറ്റർ ആണെങ്കിൽ സെന്റിമീറ്റർ എന്ത് വേണം, സെന്റിമീറ്റർ ഒന്നും തന്നിട്ടില്ല. അപ്പൊ 5 എന്ന് എഴുതിയാൽ മതി. ഓക്കെ,
നമ്മൾ കൂട്ടത്തിൽ ആലോചിച്ച് വെക്കണം, ഈ ടാൻജന്റും ഈ റേഡിയസും തമ്മിലുള്ള ആംഗിൾ എല്ലാം ഇപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും എന്ന് കൂട്ടത്തിൽ ആലോചിച്ച് വെക്കണം. ഒന്ന് ശ്രദ്ധിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു സി ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ റഫ് ആയിട്ട് എന്താ ഒരു ചിത്രം ഇതേപോലെ ഒന്ന് വരച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് ഐഡിയകളൊക്കെ കിട്ടും. സെറ്റാണോ? ഓക്കെ.